ഞാനത് പൂർത്തിയാക്കി എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിനെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുക. അഫർമേഷൻ ശരിക്കും അതാ. നിസ്കാരങ്ങൾ അഫർമേഷനാണ്. കാരണം നിസ്കാരത്തിൽ നമ്മൾ ആയ കാര്യമല്ല പറയണ, ആകാൻ ആഗ്രഹമുള്ള കാര്യമാണ് പറയണ അല്ലേ. ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം. എൻ്റെ നിസ്കാരങ്ങൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ അധ്വാനങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ കഠിന പ്രയത്നങ്ങൾ എല്ലാം പഠിച്ചവനുള്ളതാണ് എന്ന് പറയണം. ആണോ? അല്ലല്ലോ, അത്രയൊന്നും അല്ല, കുറച്ചേ ഉള്ളൂ. പക്ഷേ അത്രയും നമ്മൾ ആഗ്രഹിക്കുന്നതെന്നാണ്. അതാണ് അഫർമേഷൻ. നിസ്കാരങ്ങളിൽ ധാരാളം അഫർമേഷൻസ് ഉണ്ട്. അത് ശരിക്കും മൈൻഡ്ഫുൾ ആയിട്ട് ഒരാൾ ചെയ്യുമ്പോൾ അത് ഒരു അഫർമേഷൻ പോലെ ആൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അഫർമേഷൻ എന്നുള്ളത് ഇപ്പോൾ നമ്മളെ കുട്ടിക്ക് പരീക്ഷയിൽ ജയിക്കണം, മാർക്ക് നേടണം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കാര്യങ്ങൾ നേടിയെടുത്തതുപോലെ സംസാരിക്കലാണ് അഫർമേഷൻ. അത് മനസ്സിനിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ഈ മനസ്സിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ വെറുതെ കരയാണെന്ന് വിചാരിച്ചോളൂ. അഭിനയിക്കാൻ വേണ്ടിയൊക്കെ കരയൂലേ, വെറുതെ കരയൂലേ? അങ്ങനെ കരയുന്ന സമയത്ത് മനസ്സ് വിചാരിക്കണം എന്താണെന്നറിയോ? ഇയാൾക്ക് ശരിക്കും എന്തോ സങ്കടം ഉണ്ടെന്നാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിനോട് പറയാം, ഞാൻ ഇത്ര ദിവസങ്ങൾ കൊണ്ട് ആ പുസ്തകം എഴുതി പൂർത്തിയാക്കും. അല്ലെങ്കിൽ നിങ്ങൾ പറയാം, ഇത്ര കാലം കൊണ്ട് എൻ്റെ ബിസിനസ്സിൽ ഇത്രയും വളർച്ച ഉണ്ടാക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളല്ലേ. അത് നമ്മൾ മനസ്സിന് പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സ് വിചാരിക്കുന്നത് ഇത് റിയൽ ആണെന്നാണ്. അതിനനുസരിച്ച് മനസ്സ് എംപവേർഡ് ആവുകയാണ് ചെയ്യുക. അതാണ് സംഭവം. അതാണ് അഫർമേഷൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അതാണ്